ഇന്നത്തേത് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു ബീഫ് കറി ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ആണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് തന്നെ ഇതിൻ്റെ റെസിപ്പി ഒന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. ഞാൻ തന്നെ യൂട്യൂബ് നോക്കിയിട്ടാണ് വയ്ക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് വയ്ക്കുന്നതും, അതുപോലെ തന്നെ ഞാനിത് കഴിക്കത്തുമില്ല കേട്ടോ. പിന്നെ എനിക്കെന്തോ വയ്ക്കാനായിട്ടൊരു ഇഷ്ടം തോന്നിയിട്ട് വെച്ച് നോക്കാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. നമ്മൾ വെച്ചിങ്ങനെ കൊടുക്കുമ്പോൾ കഴിക്കുന്നവർ പറയില്ലേ, ആ കൊള്ളാം, ടേസ്റ്റ് ഉണ്ട് എന്ന് പറയുമ്പോൾ ആ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ഞാൻ എങ്ങനെയാണ് അത് വെക്കുന്നതെന്നും കൂടെ എനിക്കും ഒന്ന് ചെയ്ത് നോക്കാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് കാണുന്ന എല്ലാവർക്കും തന്നെ ബീഫ് വെക്കാൻ അറിയായിരിക്കും, ബീഫ് നന്നായി തന്നെ കുക്ക് ചെയ്യുന്നവർ കാണും. പക്ഷേ ഇങ്ങനെയൊക്കെ ആണോ എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. ഇതിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു തരും കേട്ടോ. ഞാൻ വേറെ വെക്കുമ്പോഴും ആ തെറ്റുകളൊക്കെ മാറ്റിയിട്ട് വെക്കാൻ കഴിയുമല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്തത് കേട്ടോ. തേങ്ങ എപ്പോഴും ഇടുന്നത് ഇങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ യൂട്യൂബിൽ ഞാൻ ആ വീഡിയോ കാണുന്ന സമയത്തും അതിൻ്റെ ഉള്ളിലും തേങ്ങ ഇങ്ങനെ വറുത്തിടുന്നുണ്ടായിരുന്നു. അപ്പോൾ തേങ്ങ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തിട്ട് നന്നായിട്ട് എണ്ണയ്ക്കകത്ത് വറുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ കുക്ക് ചെയ്ത ബീഫും അതുപോലെ ഉള്ളിയും സവോളയും ചെറിയ ഉള്ളിയും ഒക്കെ ഉണ്ടല്ലോ, അതെല്ലാം കൂടി മിക്സ് ചെയ്തൊക്കെ ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് അത് നന്നായിട്ടൊന്ന് വരട്ടിയെടുത്ത് കേട്ടോ. നന്നായിട്ടൊന്ന് വരട്ടിയെടുത്തതിന് ശേഷം മല്ലിയിലയും കൂടെ ചേർത്തിട്ട് അതിൻ്റെ ഒപ്പം കഴിക്കാനായിട്ട് ഞാൻ കൊഴുക്കട്ടയാണ് ഉണ്ടാക്കിയത് കേട്ടോ. ചെറിയ ചെറിയ കൊഴുക്കട്ടകളാണ് ഉണ്ടാക്കിയത്. അത് ആവിയിൽ പുഴുങ്ങി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി കുറച്ച് എരി കൂടി പോയിട്ടുണ്ടെന്ന് എല്ലാവരും പറഞ്ഞു കേട്ടോ. എനിക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ കഴിയാത്തത് കാരണം തന്നെ അതിൻ്റെ പരിമിതികളുടെ ഉള്ളിൽ നിന്നിട്ടാണ് ഞാനിത് കുക്ക് ചെയ്തത് കേട്ടോ. അപ്പോൾ എല്ലാവരും കഴിച്ച് നോക്കി ബീഫിൻ്റെ ടേസ്റ്റൊക്കെ വന്ന് കടയിൽ നിന്ന് മേടിക്കുന്ന അതേ ടേസ്റ്റൊക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ആദ്യമായിട്ടാണ് വെക്കുന്നത്, അതിൻ്റെ കുറ്റവും കുറവും ഒക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ടാവും കേട്ടോ.